അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. കാരണം എല്ലാവരും കണ്ടു പോകുന്നുണ്ട്, ആരും ഒന്നും സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊന്നും ചെയ്യണില്ല. അപ്പോൾ കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യണേ, കാരണം മാത്രമേ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നലെ കാർ വന്ന വിഷയം ഞാൻ പറയാലോ. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും ഇത് ഒരു റിവ്യൂ ആയിട്ട് പറയണല്ലോ, നമ്മൾ ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ പറയണല്ലോ. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നലെ കാർ വന്ന സമയത്ത് നമ്മളെ സായി കാണാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അയ്യോ കാർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അവിടെ വൈശാലി സിനിമയിലെ മറ്റേ മഴ പെയ്യിക്കുന്ന സംഭവം ഉണ്ടല്ലോ, മറ്റേ ദും 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 ആ പാട്ട് പാടുന്ന പോലെ അതുപോലത്തെ ഒരു സെറ്റപ്പിലായിരുന്നു പുള്ളിക്കാരൻ്റെ ആ ഒരു മൈൻഡ് അപ്പോഴേക്കും. അയ്യോ പക്ഷെ വേറെ കാര്യമുണ്ട്, പുള്ളിക്കാരന് വീട്ടിൽ നിന്ന് ആരും വരാൻ താല്പര്യം കുറവുള്ള ഒരു മനുഷ്യനാണ് സായി. വീട്ടിൽ നിന്ന് ഭാര്യയായാലും അമ്മയായാലും വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരൻ. അമ്മയും ഭാര്യയ്ക്കും വരാം, പക്ഷെ അച്ഛന് വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. കാരണം വഴക്കുണ്ടാവും എന്നുള്ള ഒരു പേടി പുള്ളിക്കാരനുണ്ട് കേട്ടോ. അങ്ങനെ കാർ വന്നപ്പോഴത്തേക്കും ആദ്യം ഡോർ ക്ലോസ് അടച്ചിരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും ഓടിച്ചാടി തുള്ളിച്ചാടിയൊക്കെ പോയപ്പോഴത്തേക്കും നമ്മൾ അൻസിബന്റെ വീട്ടിൽ നിന്നായിരുന്നു. അൻസിബന്റെ ഉമ്മയും അൻസിബന്റെ സഹോദരനായിരുന്നു വരുന്നത്. അപ്പോൾ വന്ന സമയത്തിന് എല്ലാവരോടും എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അൻസിബന്റെ ഉമ്മ വന്നിട്ട് ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ അൻസിബന്റെ ഉമ്മയാണോ ആദ്യം വന്നത്? അൻസിബന്റെ ഉമ്മ അല്ല ആദ്യം വന്നത്. ആദ്യം ഋഷിന്റെ ആണെന്ന് തോന്നുന്നു. ഋഷിന്റെ ആദ്യം വന്നത്. ഋഷിന്റെ അമ്മയാണ് കേട്ടോ. ആദ്യം വന്ന പാടെ തന്നെ ഇങ്ങനെ എല്ലാവരോടും എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബലിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇഷ്ടമാണെന്നുള്ളത്. അതെനിക്കൊരു ഫേക്ക് ആയിട്ട് തോന്നി. കാരണം ഒരാളുടെ നിർദ്ദേശപ്രകാരം വന്ന് പറഞ്ഞതായിരിക്കാം അങ്ങനെ. പിന്നെ എന്താന്ന് വെച്ചാല് അതില് ഋഷി വന്ന അപ്പൊ തന്നെ ഋഷി വേല കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് ഇവര് റൂമിരുന്നപ്പോൾ അൻസിബ വന്നു. അൻസിബായിട്ട് സംസാരിച്ചു. അപ്പം ഇവരുടെ പേഴ്സണൽ കാര്യം സംസാരിക്കാനായിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തു. നമ്മുടെ അൻസിബ അങ്ങ് പോയ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ് പറഞ്ഞത്. അപ്പം ഋഷി പറയുക, ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് 3 ദിവസം ഭയങ്കര പാടായിരുന്നു, റിലേയൊക്കെ പോയിരിക്കുകയാണ്. അപ്പൊ അവന്റെ അമ്മ എടുത്താ ചോദിക്കുക, എന്താ പറയുക, അപ്പൊ റിലേ ഇപ്പൊ ഉണ്ടോ എന്ന് എന്നോട് പുള്ളിയോട് ചോദിക്കുക. അപ്പൊ റിലേ ഒക്കെ ഇപ്പൊ ഉണ്ടോ. അത് ഭയങ്കര ഒരു കോമഡി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സംസാരം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ ഇച്ചിരി നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു കേട്ടോ. മക്കളെയൊക്കെ അങ്ങനെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ സംസാര രീതി അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ അൻസിബന്റെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഋഷിന്റെ വീട്ടിൽ വന്ന് പോയ സമയത്ത് നമ്മളെ നന്ദന കാറിന് ഡ്രൈവറോട് പറയുക, ചേട്ടാ അടുത്ത എൻ്റെ അമ്മയെ കൊണ്ടുവരണമെന്ന്. ആരോട് പറയുക? കാർ ഡ്രൈവറോട് പറയുക, എന്റെ അമ്മയെ കൊണ്ടുവരണമെന്ന്. ഇവളെ അമ്മ എന്താ അയാളെടുത്ത് വെച്ചിരിക്കുവാണ്. എന്തോ ഇത് ഒരു മര്യാദ വേണ്ടേ പറയുന്നതിനൊക്കെ. അത് ബിഗ് ബോസിനാണെന്നുണ്ടെങ്കിൽ ശരി, ഓക്കെ, ബിഗ് ബോസ് എന്റെ അമ്മയെ കൊണ്ടുവരണം എന്ന് പറയുന്നത് കുഴപ്പമില്ല. ഇത് അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളോട് പറയുകയാണ്, എന്തായി ചേട്ടാ എന്റെ അമ്മയെ കൊണ്ടുവരണം. എന്റെ എല്ലാം കൂടെ കാർ ഇടിച്ച് കയറിയിട്ട് റിവ്യൂ പറയാൻ പോകണമെന്ന്. ബിഗ് ബോസിന്റെ റിവ്യൂ. സായിന്റെ വിചാരം ഇപ്പോഴും സായി ഭയങ്കര ഗെയിമർ എന്നാണ് പുള്ളി വിചാരം കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകില്ല, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പുറത്ത് ഭയങ്കര സെറ്റപ്പാണെന്നാണ് പുള്ളിന്റെ വിചാരം. ഇല്ല, വെറും കൂറ. നന്ദനയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ടീം സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നെസ്റ്റിലേക്ക് പോകാനാണല്ലോ നമ്മളെ ജാസ്മിൻ ചക്കരക്കുട്ടി ആഗ്രഹിച്ചത്. അവൾ ആഗ്രഹിച്ചത്, അപ്പോൾ അവൾക്ക് അവിടെ തന്നെ പോകേണ്ടിരുന്നു. പക്ഷേ കിച്ചൺ ടീം നമ്മളെ ഋഷി എടുത്ത് മാറ്റി നമ്മൾ അൻസിബയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മീൻസ് എന്ന് വെച്ചാൽ അവർ വിഷമായെന്ന് തോന്നുന്നു പെണ്ണിന് കുറച്ച്. കാരണം പെണ്ണിന്റെ ഫേസ് പെട്ടെന്ന് മാറി ഋഷി പോയോടുകൂടി. അങ്ങനെ ഇവർ 4 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഒരു കുളി ടാസ്ക്കാണ്. സോപ്പ് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഒരു കുളിയിൽ ആരാണ് കൂടുതൽ സോപ്പ് ഉപയോഗിച്ച് തീർക്കുന്നത് അവർ ഫസ്റ്റ് അടുക്കുന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജിൻഡോ തിരിഞ്ഞു നിന്നിട്ട് ഒരു സിനിമയിൽ നമ്മളെ വിനായകൻ ഇങ്ങനെ നോട്ടെണ്ണൂലായിരുന്നു ഇങ്ങനെ. അതുപോലെ ആയിരുന്നു നമ്മളെ ജിൻഡോ സോപ്പ് തേക്കുന്ന സ്ഥലം കണ്ടോ, സോപ്പ് തേക്കുമോ. എനിക്കത് ഭയങ്കര ചിരിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു സംഭവം പുള്ളിക്കാരൻ ചെയ്തത്. അത് പക്ഷേ തോറ്റുപോയി. ഫസ്റ്റ് ജയിച്ചത് നമ്മുടെ സായിന്റെ ടീമാണ് ആദ്യം ജയിച്ചത്. നമ്മളെ ജിൻഡോ ഒക്കെ തോറ്റുപോയി. പക്ഷേ ജിൻഡോ തോറ്റില്ല, സെക്കൻഡ് സ്ഥാനത്താണെന്ന് തോന്നുന്നു. സെക്കൻഡോ തേർഡോ ആണെന്ന് തോന്നുന്നു. അവര് ജിൻഡോ. അപ്പോൾ അങ്ങനെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഒരുപാടൊന്നും ഇല്ല ഇന്നലത്തെ എപ്പിസോഡിൽ, ഒരുപാടൊന്നും ഇല്ല. ഇത് തന്നെയാണ് മെയിനായിട്ട് കൂടുതലും. ഫാമിലി വന്നു, സംസാരിച്ചു കാര്യങ്ങളൊക്കെ. എനിക്ക് അൻസിബന്റെ ഋഷിന്റെ ഫാമിലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ലൊരു വൈബ് അവരിൽ നിന്ന് കിട്ടി. നല്ല രസമായിരുന്നു അവരുടെയൊക്കെ സംസാരം. ഇന്ന് ആരൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്ത് പറയൂ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ.